ടാസ്ക് കൊളമാക്കിയത് ശരിക്കും അറിഞ്ഞുകൊണ്ട് തന്നെയാണോ? അനുമോളും അതുപോലെ നമ്മുടെ നൂറയും ആദിലയും ഒക്കെ ലാസ്റ്റ് ഇന്നത്തെ എപ്പിസോഡ് തീരുമ്പോൾ സംസാരിക്കുന്നുണ്ട്. അക്ബർ നെവിനെ ചാക്കിട്ട് വെച്ചിരിക്കുകയാണ്. നീ നെവിന് കോയിനൊന്നും കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ അവൻ എല്ലാം അക്ബറിന് കൊടുക്കും. കാരണം നോമിനേഷൻ ഫ്രീ ആവാൻ വേണ്ടിയിട്ട് അക്ബറിന് വലിയ പ്ലാനുകൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നെവിന് കോയിൻ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യണമെന്നാണ് അനുമോളടുത്ത് നൂറയും ആദിലയും പറയുന്നത്. കാരണം നെവിന് കിട്ടിയാൽ അത് അക്ബറിന്റെ കയ്യിലേക്ക് പോകുന്നതാണ് അവർ കണക്ക് കൂട്ടുന്നത്. തീർച്ചയായിട്ടും ഇത് ഏറ്റവും കൂടുതൽ കോയിൻ കിട്ടുന്ന ആൾക്ക് നോമിനേഷൻ ഫ്രീ കിട്ടുന്ന ഒരു ഗെയിം കൂടിയാണ്. പക്ഷേ ഈ ഗെയിം കുറച്ചും കൂടി ഓഡിയൻസിന് കൺവിൻസിങ് ആയിട്ടുള്ള രീതിയിലായിരുന്നു അനുമോള് കളിക്കേണ്ടിയിരുന്നത്. എന്ന് വെച്ചാൽ കോയിൻസ് കൊടുക്കാതിരിക്കുകയല്ല വേണ്ടത്, ബുദ്ധിപരമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനം. ഒറ്റയടിക്ക് എല്ലാവരെയും വെറുപ്പിച്ചുകൊണ്ട് എല്ലാം നിഷേധിക്കുന്നതിന് പകരം തന്ത്രപരമായിട്ട് കാമായിട്ട് ഡീൽ ചെയ്യാമായിരുന്നു. പ്രത്യേകിച്ച് ഇതിൽ അനീഷിന്റെ ടീം രണ്ടാമത്തെ റൗണ്ടിൽ അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഓറഞ്ചിനേക്കാൾ നല്ല ഗംഭീരമായിട്ട് ലെമൺ രണ്ടാമത്തെ റൗണ്ടിൽ ചെയ്തിട്ടുണ്ട്. അവരുടെ ബോട്ടിൽസ് അത്യാവശ്യം നല്ലതായിരുന്നു, ക്ലീൻ ആയിട്ടുള്ള ബോട്ടിൽസ് ആയിരുന്നു. ആ വെള്ളം ജ്യൂസ് നിറച്ച ലെവലൊക്കെ ഏറെക്കുറെ കറക്റ്റ് ആയിരുന്നു. സോ നല്ലപോലെ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ നിഷേധിക്കും? സോ അവിടെ ഇത് വേണമെങ്കിൽ നമ്മുടെ ഇവർക്ക് ഡീല് സംസാരിക്കാമായിരുന്നു. നമ്മുടെ ഈ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ബുദ്ധിപരമായിട്ട് കളിക്കാമായിരുന്നു. അനുമോൾ ഇതിപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അനുമോൾ ഗെയിമാണ് കളിച്ചത്, പക്ഷെ വെറുപ്പിക്കലായിപ്പോയി. ആദിലെ നൂറ അതുപോലെ തന്നെ. ഇവരിത് കൊളമാക്കാനാണ് ശ്രമിച്ചത്, പക്ഷെ ഓവർ ദേഷ്യം കാണിച്ചിട്ട് അത് കാണുമ്പോൾ നമുക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ലെന്നേ. നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഓക്കെ ഗെയിം ആണെന്ന് എനിക്ക് മനസ്സിലായി, അത് ഗെയിം ആണെന്ന് മനസ്സിലായി. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് പറയണത്. എനിക്ക് മനസ്സിലായി അനുമോള് കളിച്ചത് അനുമോളുടെ ഗെയിമാണ്, ഇൻഡിവിജ്വലായിട്ട് കളിക്കാനാണ് ഇവരൊക്കെ അവിടെ പോയിരിക്കുന്നത്. ഇപ്പോൾ ആദിലയും നൂറയും ആണെങ്കിൽ അവരവരുടെ ഗെയിമാണ് കളിച്ചത്. ഷാനവാസ് ആയിക്കോട്ടെ, അക്ബർ ആയിക്കോട്ടെ, ഓരോരുത്തരും അവരവരുടെ ഗെയിമാണ് കളിക്കുന്നത്. പക്ഷേ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ നമുക്കിത് ഭയങ്കര അരോചകമായിട്ട് തോന്നുന്നു. കുറച്ചും കൂടെ നൈസായിട്ട്, ഭയങ്കരമായിട്ട് ഒച്ചപ്പാടും ബഹളവും വലിയ വഴക്കുകളും ഇല്ലാതെ കുറച്ചൊക്കെ തന്ത്രങ്ങൾ ഉപയോഗിച്ചും ഈ ടാസ്കുകൾ കളിക്കാം. എന്ന് വെച്ചാൽ കൂടെ നിൽക്കുന്നവർക്ക് ഒരു സംശയത്തിന് ഇട കൊടുക്കാതെ ബുദ്ധിപരമായിട്ടും കളിക്കാം. ഒറ്റയടിക്ക് എല്ലാവരെയും വെറുപ്പിച്ച് ടാസ്ക് റദ്ദാക്കി കളയുന്നതിന് പകരം ഡീലുകൾ സംസാരിച്ചിട്ട് നൈസിനെ കോയിൻസ് വേണമെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ ഇവർക്ക് എന്തായാലും ഒരു നോമിനേഷൻ ഫ്രീ ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരാളെ, അവർ ഡിസർവിങ് എന്ന് തോന്നുന്ന ഒരാളെ നോമിനേഷൻ ഫ്രീ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കളിക്കാം. അത് ഫെയർ ആണോ എന്ന് ചോദിച്ചാൽ ഡിസർവിങ് ആണ് എന്ന് അവർക്ക് തോന്നുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ കളിക്കാം. അഖിൽ മാരാറിന്റെ സീസണിൽ അവർ അങ്ങനെ ഒരു കളി കളിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവർക്ക് അവിടെ നിൽക്കണമെന്ന് താല്പര്യമില്ലാത്ത ഒരാൾ, ഇപ്പൊ അക്ബറിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അക്ബറിന് ഇത് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് വേറൊരാൾക്ക് ഇത് കിട്ടുന്ന രീതിയിൽ ഗെയിം സെറ്റ് ചെയ്യാം. അങ്ങനെയൊക്കെ കളിക്കാം. ഇതിപ്പോ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ടാസ്കിനെ കൊളമാക്കി കളയാണ്. അപ്പൊ ഈ ടാസ്കിന്റെ ഒരു ഭംഗി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവര് ടാസ്ക് റദ്ദാക്കുന്നതിന് വേണ്ടിയാണ് കളിക്കുന്നത്. ഒണിയിലാണെങ്കിലും അഭിലാഷ് ആണെങ്കിലും എല്ലാവർക്കും വേണ്ടത് ടാസ്ക് റദ്ദാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കാര്യവും, ഇപ്പോൾ അനീഷിന് ബോട്ടിൽസ് എല്ലാം ക്ലീൻ ചെയ്ത് എടുത്തുകൊണ്ട് കൊടുക്കുന്ന ആൾക്കാരില്ലേ, അവരുടെ എഫേർട്ട്, ബോട്ടിൽ ഏജന്റുമാരുടെ എഫേർട്ട്, അവർ കഷ്ടപ്പെടുകയല്ലേ, അവർ ഡിസർവ് ചെയ്യുന്നില്ലേ? നന്നായിട്ട് കഷ്ടപ്പെടുന്നവർ കോയിൻ ഡിസർവ് ചെയ്യുന്നില്ലേ? അതുപോലെ തന്നെ അനീഷ് ഇതെല്ലാം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് ഇതിൽ എല്ലാം ഫില്ല് ചെയ്ത് ഇവരെ കൊണ്ട് കൊടുക്കുകയാണ് ചെക്ക് ചെയ്യാൻ വേണ്ടി. ഇത്രയും കഷ്ടപ്പെട്ട് ഇവർ കൊണ്ടു കൊടുക്കുന്ന സമയത്ത് അത് റിജക്റ്റ് ചെയ്ത് കളയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും സഹിക്കാൻ പറ്റില്ല. ഇപ്പം നെവിൻ്റെ കേസിൽ നെവിൻ ഒരു തേങ്ങയും ചെയ്യുന്നില്ല, നെവിൻ ആർഗ്യുമെന്റ്സിൽ പങ്കെടുക്കുന്നില്ല, നെവിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നില്ല. നെവിൻ ആർക്കോ വേണ്ടിയിട്ട്, ഞാൻ പറഞ്ഞില്ലേ മുൻപത്തെ വീഡിയോയിൽ, വെറുതെ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം അവിടെ നിൽക്കുന്ന ഒരാളാണ് നെവിൻ. അപ്പോൾ അതിനപ്പുറം എനിക്കിപ്പോൾ ഒരു ഇമ്പാക്റ്റും നെവിൻ ഉണ്ടാക്കുന്നതായിട്ട് തോന്നുന്നില്ല. ഞാൻ നെവിനെ വളരെയധികം സപ്പോർട്ട് ചെയ്തിരുന്ന ഒരാളാണ്. എനിക്കിഷ്ടമായിരുന്നു നെവിനെ. ഇപ്പോൾ എനിക്കിഷ്ടമല്ല. ഞാൻ ഇഷ്ടമായിരുന്നപ്പോഴും ഞാൻ പറഞ്ഞു, ഇപ്പോൾ എനിക്കെന്തോ നെവിനെ അല്ല വ്യക്തിപരമായിട്ട്, നെവിൻ്റെ ഗെയിം എനിക്കിഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അത് നെവിൻ ഡിസർവിങ്ങും അല്ല. പക്ഷെ അനീഷിൻ്റെ ടീം അങ്ങനല്ല. അവർ അനീഷിൻ്റെ ടീം മാത്രമല്ല, ഈ നെവിൻ്റെ ടീമിലുള്ളയും ഏജന്റുമാരൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അവിടെ ഡിസർവിങ് ആയിട്ടുള്ള ആൾക്കാർക്ക് 5 എണ്ണം കിട്ടേണ്ടടുത്ത് ഒരെണ്ണമെങ്കിലും കൊടുത്ത് അവരെ ആശ്വസിപ്പിച്ച് ബുദ്ധിപരമായിട്ട് ഒരു ഗെയിം പ്ലാൻ ചെയ്യാമായിരുന്നു. ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, സിമ്പിളായിട്ട് പറഞ്ഞാൽ ഓരോരുത്തരും അവരവരുടെ ക്യാരക്ടർ എടുക്കാനാണ് നോക്കിയത്. പ്രത്യേകിച്ച് അനുമോൾ ഒരു പെർഫോമർ ആണല്ലോ, ആർട്ടിസ്റ്റ് ആണല്ലോ. അപ്പോൾ അനുമോൾ ഓക്കെ, ഞാൻ ഈ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥയാണ്, സോ ഞാൻ ആ ക്യാരക്ടറായിട്ട് അങ്ങ് ജീവിക്കണം എന്ന രീതിയിൽ ക്യാരക്ടറായിട്ട് മാറുകയാണ്. അവിടെ ഗെയിമർ അല്ല. ഇതൊരു അഭിനയ കളരിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഗെയിം അല്ല. ഒന്നാമത് ഞാൻ പറഞ്ഞില്ല, ഇവർക്ക് ആരാണ് ക്ലാസ് കൊടുത്തതെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഏത് ക്ലാസ്സും എടുത്തിട്ടാണ് അനുമോൾ ഇതിനകത്ത് കയറിപ്പോയെന്ന് എനിക്ക് അറിയത്തില്ല. അനുമോൾ ഓക്കെ, നല്ല കഴിവുണ്ട്, തൻ്റെ ഇടമുണ്ട്, സ്മാർട്ടാണ്, നന്നായിട്ട് സംസാരിക്കാൻ അറിയാം, ഒക്കെ ശരിയാണ്. പക്ഷെ ബിഗ് ബോസ് ലെവൽ ഗെയിമറായിട്ട് ഗെയിം കളിക്കണം. അവിടെ നമ്മൾ ബുദ്ധിപരമായിട്ടാണ് കളിക്കേണ്ടത്. അവിടെ നമ്മൾ ക്യാരക്ടർ പിടിക്കേണ്ട ടാസ്ക് ഇതല്ല. അത് അങ്ങനത്തെ അഭിനയ കളരികളായിട്ടുള്ള ടാസ്കുകൾ ബിഗ് ബോസിൽ വരാറുണ്ട്. അത് കിട്ടുമ്പോൾ ചെയ്തോ.
ഈ ഒരു ടാസ്ക് അങ്ങനല്ല കളിക്കേണ്ടത്. ഇവിടെ കുറച്ചും കൂടെ ബ്രില്യൻ്റ് ആയിട്ട് കളിക്കണം. ആ ഒരു ഗെയിം നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതാണ് നമുക്കൊരു കാണുമ്പം ഒരു തൃപ്തിയില്ല. ഇവര് വഴക്കുണ്ടാക്കുന്നു എന്ന് ചോദിച്ചാൽ ഉണ്ടാക്കുന്നുണ്ട്. കണ്ടന്റ് ഉണ്ടാക്കുന്നു എന്ന് ചോദിച്ചാൽ അതാ ഇന്നിപ്പോൾ വൈകുന്നേരമൊക്കെ കണ്ടന്റ് ഒക്കെ ഉണ്ടായി. പക്ഷെ അതിൽ നമുക്കൊരു കാണുന്ന പ്രേക്ഷകർക്ക് ഒരു പൂർണ്ണത കിട്ടത്തില്ല, തൃപ്തി കിട്ടത്തില്ല. ഇപ്പൊ ടാസ്കുകൾ ബിഗ് ബോസ് റദ്ദാക്കുന്നത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസമുള്ള കാര്യമില്ല. കാരണം ഇതിന്റെ അടുത്ത ഘട്ടം ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചേ ഇവര് കോയിൻസ് കുറച്ച് പേർക്ക് കൊടുക്കും. അപ്പോൾ ബിഗ് ബോസ് ഈ കോയിന് ക്യാപ്റ്റൻസിന്മാർക്ക് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഓണേഴ്സിന് കൊടുക്കുമ്പോൾ അവരിത് ആർക്കൊക്കെ കൊടുക്കും, ഇതൊക്കെ കാണാൻ നമുക്ക് താല്പര്യമുണ്ട്. അവിടെ നടക്കുന്ന ചർച്ചകൾ, ആർഗ്യുമെന്റ്സ്, എന്തൊക്കെ ന്യായങ്ങളാണ് അനീഷ് പറയാൻ പോകുന്നത് കോയിൻ കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നെവിൻ പറയാൻ പോകുന്നത്, ഇതൊക്കെ കാണണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ കാണാൻ പറ്റുന്നില്ല. കാരണം ഈ ടാസ്ക് മുന്നോട്ട് പോകുന്നില്ല. ഇത് ആദ്യത്തെ റൗണ്ടും പോയിരുന്നു, ഒരു സ്ഥലത്തെത്തുമ്പോൾ ഇടിച്ചവിടെ നിൽക്കുകയാണ്, അതിനപ്പുറത്തേക്ക് പോകുന്നില്ല. രണ്ടാമത്തെ റൗണ്ടും അങ്ങനെ തന്നെ. ബിഗ് ബോസ് അവസാനം ടാസ്ക് റദ്ദാക്കുന്നു. അപ്പൊ ഇതിനെ നമുക്ക് 2-3 രീതിയിൽ കാണാം. ഒന്ന്, അനുമോൾ ഇൻഡിവിജ്വൽ ഗെയിം കളിച്ചതിനെ വേണമെങ്കിൽ നമുക്ക് അഭിനന്ദിക്കാം. ഓക്കെ, ടാസ്ക് മുടക്കുക എന്ന് പറയുന്നതും ഒരു തരത്തിലൊരു ഗെയിം ആയിട്ട് വേണമെങ്കിൽ അംഗീകരിച്ചു കൊടുക്കാം. അതായത് ടാസ്ക് മുടങ്ങിക്കഴിഞ്ഞാൽ ആർക്കും കോയിൻ കിട്ടില്ലല്ലോ, അവിടെ ആരും നിൽക്കണ്ട എന്ന ആഗ്രഹമുള്ള രണ്ടുപേരെന്ന നിലയ്ക്ക് ജിഷിനും അനുമോൾക്കും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കിയിട്ട് ഒരു ഉത്തരം കണ്ടെത്താതാവുകയും ടാസ്ക് മുടങ്ങുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടാക്കിയതിലൂടെ അവർക്ക് വേണമെങ്കിൽ അവരൊരു ഗെയിം കളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അത് അവരുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഓക്കെയാണ്. ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ ഞാൻ ഈ ടാസ്ക് പൂർത്തിയാകണമെന്ന് കൂടി ആഗ്രഹിക്കുന്നുണ്ട്. ടാസ്ക് റദ്ദാക്കാനായിട്ട് പോവുകയാണെങ്കിൽ ഒരു ടാസ്ക് ബിഗ് ബോസിൽ നടക്കില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഏത് ടാസ്ക് കിട്ടിയാലും അടിച്ച് റദ്ദാക്കി വിട്ടാൽ മതി. അപ്പോൾ അതൊരു ശരിയായ രീതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് നമ്മുടെ ആസ്വാദനത്തെ ബാധിക്കും. അപ്പോൾ ടാസ്ക് പൂർത്തിയാവുകയും വേണം, അതിനകത്ത് രസകരമായ കാര്യങ്ങൾ ഉണ്ടാകണം, ബ്രില്യൻ്റ് ആയിട്ടുള്ള ഗെയിം ഉണ്ടാവണം. അതായത് ഒന്നുകിൽ ഇവരെല്ലാവരും കൂടെ പ്ലാൻ ചെയ്തിട്ട് ഈ ജഡ്ജസ് അല്ലെങ്കിൽ ക്വാളിറ്റി ചെക്ക് ചെയ്യാനിരിക്കുന്ന ഇൻസ്പെക്ടർമാർ എന്ത് ചെയ്യണം, ഇവർ പ്ലാൻ ചെയ്തിട്ട് ഒരാൾക്ക്, ഈ ഒരു ഡിസർവിങ് ആയിട്ടുള്ള ഒരാൾക്ക് ഇത് കിട്ടാൻ വേണ്ടി കളിക്കണം, അല്ലെങ്കിൽ ഒരു ടീമിനെ സപ്പോർട്ട് ചെയ്യണം, ഡിസർവിങ് അല്ല എന്ന് തോന്നുന്ന ടീമിനെ ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ അവർ ജെന്യുവിനായിട്ട് അവരൊരു റിസൾട്ട് ചെയ്യണം. ആർക്കോ കിട്ടിക്കോട്ടെ, ഞങ്ങളുടെ ഡ്യൂട്ടി ഞങ്ങൾ പ്രോപ്പറായിട്ട് ജെന്യുവിനായിട്ട് ചെയ്തു എന്ന് അവർ കാണിക്കാൻ ശ്രമിക്കണം. ഇതിപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അനുമോളും ജിഷിനും പ്രോപ്പറായിട്ട് അവരുടെ ഡ്യൂട്ടി ചെയ്തിട്ടില്ല. കാരണം അവരുടെ മുമ്പിൽ വെച്ച് തന്നെ ഈ കുപ്പികൾ തട്ടിയെറിയുന്നു. നല്ല രീതിയിൽ ഇത് കൊണ്ടുവന്ന ആൾക്കാർക്ക്, അനീഷിന്റെ ടീമിനൊന്നും അർഹമായ പോയിന്റുകൾ കൊടുക്കാതിരിക്കുന്നു, അല്ലെങ്കിൽ അർഹമായ ബോട്ടിലുകൾ കൂടി റിജക്റ്റ് ചെയ്യുന്നു. അങ്ങനെയൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. എന്നാൽ ഇവർക്ക് ഇതിൽ വേറെ എന്തെങ്കിലും ഒരു വലിയ പ്ലാനോ ഗെയിമോ ഒന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവർ ക്യാരക്ടർ പിടിച്ച് നിൽക്കുന്നു എന്നതിനപ്പുറം ടാസ്കിനകത്ത് വേറൊരു പെർഫോമൻസും നമുക്ക് കാണാൻ കഴിയുന്നില്ല. അവരവർക്ക് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു. ഈവൻ അനീഷ് പോലും ചില സന്ദർഭങ്ങളിൽ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്യുന്നു. വേറൊരു ഗെയിം ഇല്ല, അനീഷിനും ഇല്ല. അതായത് ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഗെയിം ഇല്ല. ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോയ്ക്കകത്ത് പല രീതിയിലൊരു ഗെയിമിനെ കളിക്കാം. അപ്പോൾ നോർമലി ഇപ്പോൾ ബിഗ് ബോസ് പറയാണ് ഇത് വൃത്തിയായിട്ട് കഴുകൂ, നിങ്ങൾ ഇതിനകത്ത് ജ്യൂസ് നിറച്ച് കൊണ്ടു കൊടുക്കൂ എന്ന് പറഞ്ഞാൽ അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിനപ്പുറത്ത് ചിന്തിച്ച് പ്ലാൻ ചെയ്തിട്ട് ഒരു സാധനം നമുക്ക് കാണാൻ പറ്റുന്നില്ല. അത് തീർത്തും നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ആ നിലയ്ക്ക് എല്ലാവരും നിരാശപ്പെടുത്തിയോ എന്ന് ചോദിച്ചാൽ നിരാശപ്പെടുത്തിയെന്ന് പറയും. എല്ലാവരും കളിച്ചോ എന്ന് ചോദിച്ചാൽ എല്ലാവരും ടാസ്ക് കുളമാക്കുന്ന കാര്യത്തിൽ ജയിച്ചിട്ടുണ്ട്. ഇവിടെ ഏതെങ്കിലും ഒരാൾ ബുദ്ധിപരമായിട്ട് കളിച്ച് കോയിൻസ് നേടിയെടുക്കുകയാണെങ്കിൽ, ഏറ്റവും കൂടുതൽ കോയിൻസ് നേടിയെടുത്ത് അടുത്ത ആഴ്ചത്തെ നോമിനേഷനിൽ നിന്ന് മുക്തി നേടുകയാണെങ്കിൽ അത് ബ്രില്യൻസ് എന്ന് ഞാൻ പറഞ്ഞേനെ. അല്ലെങ്കിൽ ബാക്കിയുള്ളവർ കുറച്ച് പേര് ചേർന്ന് കളിച്ച് ഒരാളിലേക്ക്, അവരുദ്ദേശിക്കുന്ന ഒരാളിലേക്ക് കോയിൻസ് എത്തിക്കുകയും ബാക്കി വേറെ ആർക്കും കിട്ടാതിരിക്കാനായിട്ടൊരു ഗെയിം കളിക്കുകയും ചെയ്താൽ അതും ബ്രില്യൻസ് ആണ്. ഈ ടാസ്കിനെ കൊളാക്കുക എന്ന് പറയുന്നത് ഏത് പട്ടിക്കും പൂച്ചയ്ക്കും പറ്റുന്ന കാര്യമാണ്. അതിന് വലിയ ബ്രില്യൻസ് ഒന്നും ആവശ്യമില്ല. കുറച്ച് ഒച്ച ഉണ്ടാക്കാനും വലിച്ചെറിയാനും ഒക്കെ ഉള്ള കഴിവ് മാത്രം മതി. അല്ലെങ്കിൽ ഇപ്പോൾ അനുമോള് കാണിക്കുന്ന പോലെ കുറച്ച് ഷോ ഇറക്കി തരാൻ പറ്റില്ല എന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയാലും മതി, ടാസ്ക് കൊളാവും. അപ്പോൾ അതൊരു വലിയൊരു ഗെയിം അല്ല. അത് വേണമെങ്കിൽ ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മുടന്തൻ സ്ട്രാറ്റജി മാത്രമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.